ഡിസംബർ 1 ആഗമനകാലത്തിലെ 1-ാം വാരത്തിലെ തിങ്കളാഴ്ച. മത്തായി 8:5-11 വരെ വാക്യങ്ങൾ. പുരാതന യഹൂദന്മാർ ദൈവരാജ്യത്തെ ഒരു വലിയ വിരുന്നായി കരുതി. എന്നാൽ അവരുടെ ഏറ്റവും വന്യമായ സ്വപ്നങ്ങളിൽ പോലും അവിടെ വിജാതീയരെ കണ്ടെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ വായനയിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശു പറയുന്നു. ഇസ്രായേലിയർ തങ്ങൾ ദൈവജനമാണെന്ന് വിശ്വസിച്ചു. എന്നിട്ടും അവർ പലപ്പോഴും അവനിൽ നിന്ന് അകന്നു മാറുകയും പ്രത്യേകിച്ച് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുക തുടങ്ങിയ വലിയ പാപങ്ങൾ ചെയ്യുകയും ചെയ്തു. അവൻ തൻ്റെ ഏകപുത്രനെ അയച്ചപ്പോൾ അവർ അവനിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അവനിൽ വലിയ വിശ്വാസം പ്രകടിപ്പിക്കാൻ ഒരു പുറജാതീയ വിദേശിയായ ശതാധിപനെ ആവശ്യമായി വന്നു. എന്ത് വിരോധാഭാസം! അതിനാൽ യേശു അവരോട് പറഞ്ഞു, അവരുടെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള കിഴക്കും പടിഞ്ഞാറ് നിന്നുള്ള അനവധി ആളുകൾ സ്വർഗത്തിലെ വിരുന്നിൽ അവരുടെ പൂർവികരോടൊപ്പം ഭക്ഷണം കഴിക്കും. ശതാധിപൻ്റെ ഈ കഥ വിശ്വാസം, വിനയം, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ആഴമായ ഒരു പാഠം നൽകുന്നു. ഒരു ശതാധിപൻ 100 റോമൻ പട്ടാളക്കാരുടെ സൈന്യാധിപനായിരുന്നു. അധികാരവും ശക്തിയും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. യേശു കഫർനാമിൽ പ്രവേശിക്കുമ്പോൾ ഒരു റോമൻ ശതാധിപൻ അടിയന്തരമായി ഒരു അപേക്ഷയുമായി യേശുവിനെ സമീപിക്കുന്നു. തൻ്റെ ദാസൻ തളർവാദം പിടിപെട്ട് വളരെയധികം കഷ്ടപ്പെടുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം തൻ്റെ ദാസനോടുള്ള ശതാധിപൻ്റെ കരുതൽ മാത്രമല്ല, പിന്നെയോ യേശുവിൻ്റെ സുഖപ്പെടുത്താനുള്ള കഴിവിൽ അവൻ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ വിശ്വാസമാണ്. ശതാധിപൻ യേശുവിനോട് തൻ്റെ വീട്ടിൽ വരാനോ വിപുലമായ ഒരു ആചാരം നടത്താനോ ആവശ്യപ്പെടുന്നില്ല. പകരം അവൻ പറയുന്നു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ദാസൻ സുഖപ്പെടും. ഈ പ്രസ്താവന 2 പ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 1 അവൻ്റെ എളിമ, 2 അവൻ്റെ വിശ്വാസം. ശതാധിപൻ്റെ വിശ്വാസത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണം ഒരുപോലെ ശക്തമാണ്. അവിടുന്ന് അത്ഭുതത്തോടെ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. ശതാധിപൻ്റെ വിശ്വാസം സാംസ്കാരികവും മതപരവുമായ അതിരുകൾ മറികടക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ ദൈവരാജ്യം തുറന്നിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നു. ഈ സംഭവം നമ്മുടെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ചില സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും യേശുവിൻ്റെ അധികാരത്തിലും ശക്തിയിലും നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അവൻ്റെ കഴിവുകൊണ്ടാണ് ദൈവത്തെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ ശതാധിപന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ ഉത്തരങ്ങളും ലഭിക്കുന്നതിനെക്കുറിച്ചോ പൂർണ്ണത കൈവരിക്കുന്നതിനെക്കുറിച്ചോ അല്ല വിശ്വാസം. അത് ദൈവത്തിനുള്ളവരിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ്. കൂടാതെ ശതാധിപന്റെ താഴ്മ, എളിമ നാം ദൈവത്തെ എങ്ങനെ സമീപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവൻ തൻ്റെ അയോഗ്യത അംഗീകരിക്കുന്നു. എന്നിട്ടും ധൈര്യത്തോടെ യേശുവിനോട് സഹായം ചോദിക്കുന്നു. ദൈവവുമായുള്ള ഊർജ്ജസ്വലമായ ബന്ധത്തിന് എളിമയുടെയും വിശ്വാസത്തിൻ്റെയും ഈ സന്തുലിതാവസ്ഥ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിലുള്ള നമ്മുടെ ആശ്രയത്വവും
വിശ്വാസവും നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള വാതിൽ നാം തുറന്നു കൊടുക്കുകയാണ്. എല്ലാവർക്കും ആഗമനകാലത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.